ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, ഇന്ന് നാം കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുന്നു. യേശുനാഥൻ സ്ഥാപിച്ചതോ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ 7 കൂദാശകളിൽ ഒന്നാണല്ലോ ജ്ഞാനസ്നാനം. സാധാരണ ജ്ഞാനസ്നാനമെന്ന കൂദാശ യേശുനാഥൻ എപ്പോഴാണ് സ്ഥാപിച്ചത് എന്ന് ജനങ്ങളോട് ചോദിക്കുമ്പോൾ പലരും നൽകുന്ന ഉത്തരം യേശുനാഥൻ ജോർദാൻ നദിയിൽ വച്ച് സ്നാനം സ്വീകരിച്ചപ്പോൾ എന്നതാണ്. എന്നാൽ എപ്പോഴാണ് യഥാർത്ഥത്തിൽ യേശുനാഥൻ ഈ ജ്ഞാനസ്നാനമെന്ന കൂദാശ സ്ഥാപിച്ചത്? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യേശുനാഥൻ നിക്കോദേമോസിനോട് ഇപ്രകാരം പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യേശുനാഥൻ കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ പടയാളികൾ ഒരാൾ വന്ന് യേശുവിൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവാണ് സത്യം. എന്തെന്നാൽ സാക്ഷ്യം നൽകുന്നവ 3 ആത്മാവ്, ജലം, രക്തം. ഇവ 3 ഒന്നിലേക്കാണ് നയിക്കുന്നത്. ജ്ഞാനസ്നാന സ്ഥാപനത്തിൻ്റെ 1-ാമത്തെ വചനഭാഗം ഇതാണ്: യേശുവിൻ്റെ വിലാവിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. ജലം ജ്ഞാനസ്നാനത്തെയും രക്തം ദിവ്യകാരുണ്യത്തെയും സൂചിപ്പിക്കുന്ന പ്രതിരൂപങ്ങളാണ്. ആ നിമിഷം മുതൽ യേശുനാഥൻ നിക്കോദേമോസിനോട് പറഞ്ഞ വാക്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ജലത്താലും ആത്മാവിനാലും ജനിക്കണം എന്നുള്ളത് സാധ്യമായി തീർന്നു. അതുകൊണ്ട് വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പറയുന്നു: നീ എവിടെയാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് കാണുക. ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്ന്. അല്ലാതെ എവിടെ നിന്നാണ് ജ്ഞാനസ്നാനം വരുന്നത്? അവിടെയാണ് രഹസ്യം മുഴുവനും. അവിടുന്ന് നിനക്കായി മരിച്ചു. അവിടുന്നിൽ നീ വീണ്ടെടുക്കപ്പെട്ടു. അവിടുന്നിൽ നീ രക്ഷിക്കപ്പെട്ടു. ജ്ഞാനസ്നാന സ്ഥാപനത്തിൻ്റെ 2-ാമത്തെ വചനഭാഗം യേശുനാഥൻ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് നൽകുന്ന കൽപ്പനയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. പ്രിയമുള്ളവരെ, യേശുനാഥൻ്റെ കൽപ്പനയും അതോടൊപ്പം അവിടുത്തെ വിലാവിൽ നിന്നൊഴുകിയ ജലവും രക്തവും ആണ് ജ്ഞാനസ്നാനത്തിൻ്റെ സ്ഥാപന വചനഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ യേശു എന്തിനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. ഒന്നാമതായി, യേശുനാഥൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തന്നെ ശൂന്യനാക്കുന്നതിൻ്റെ പ്രകടനമായാണ്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശുനാഥൻ ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നു. പാപമൊഴികെ മറ്റെല്ലാത്തിലും സമനായ അവിടുന്ന് പാപികളോടുകൂടി എണ്ണപ്പെടാൻ ഇവിടെ തയ്യാറാകുന്നു. യഹൂദർ അനുഷ്ഠിച്ചിരുന്ന ഒരു സ്നാനകർമ്മമാണ് ഇത്. പാപമോചനത്തിന്
തങ്ങളെ തന്നെ ഒരുക്കുന്നതിനുള്ള അനുതാപത്തിൻ്റെ സ്നാനം. യേശുനാഥൻ ഈ സ്നാനം സ്വീകരിക്കുന്നതിലൂടെ പാപികളായ മനുഷ്യരോട് തന്നെ അനുരൂപപ്പെടുത്തുന്നു. പാപികളായ മനുഷ്യരോട് തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. രണ്ടാമതായി, യേശു തൻ്റെ പ്രവാചക, പുരോഹിത, രാജകീയ ധർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ജ്ഞാനസ്നാനവേളയിലാണ്. അവിടെ ഇങ്ങനെയൊരു സ്വരം നാം കേട്ടു: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ 3 തവണ ഇസഹാക്കിനെ പ്രിയപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ പ്രിയപുത്രൻ ബലിയർപ്പിക്കപ്പെടണം എന്ന് ദൈവം അബ്രഹാത്തോട് ആവശ്യപ്പെടുന്നു. ഇവിടെ ഇതാ യേശു തന്നെ ബലിയർപ്പിക്കുന്ന പുരോഹിതനായി തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നു. സ്വയം തന്നെ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ. യേശുവിൻ്റെ പൗരോഹിത്യ സ്വഭാവം എന്നത് സ്വയം ജീവനർപ്പിക്കുക എന്നതാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ മറ്റ് ജീവികളുടെ ജീവനെടുത്തുകൊണ്ട് ബലിയർപ്പിച്ചുവെങ്കിൽ ഇവിടെ ഇതാ യേശുനാഥൻ തൻ്റെ തന്നെ ജീവൻ ബലിയർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ അരുൾ ചെയ്തു: ആടുകൾക്ക് വേണ്ടി നല്ല ഇടയൻ ജീവനർപ്പിക്കുന്നു എന്ന്. രണ്ടാമതായി 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കും: നീ എൻ്റെ പുത്രനാണ്, ഇന്ന് നിനക്ക് ഞാൻ ജന്മം നൽകി. രാജകീയ സങ്കീർത്തനമാണിത്. രാജാവിൻ്റെ സ്ഥാനാരോഹണത്തിൽ കിരീടധാരണ സമയത്ത് ആലപിച്ചിരുന്ന സങ്കീർത്തനം. ഇവിടെ യേശുനാഥൻ ദാവീദിൻ്റെ പുത്രനാണ് എന്നും രാജാവാണ് എന്നും പ്രഖ്യാപിക്കപ്പെടുന്നു. അതുകൊണ്ട് ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടനെ യേശുനാഥൻ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭരണം ആരംഭിച്ചിരിക്കുന്നു, താൻ രാജകീയ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. മൂന്നാമതായി, യേശുനാഥൻ തൻ്റെ പ്രവാചകധർമ്മം ഏറ്റെടുക്കുന്ന സന്ദർഭമാണിത്. യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ എൻ്റെ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. എല്ലാവർക്കും നീതി നടത്തിക്കൊടുക്കുന്ന സഹനദാസനായ പ്രവാചകനാണ് യേശുനാഥൻ. അങ്ങനെ യേശുനാഥൻ തൻ്റെ പ്രവാചകധർമ്മവും പൗരോഹിത്യധർമ്മവും രാജകീയ ധർമ്മവും സ്വയം ഏറ്റെടുത്ത സംഭവമാണ് അവിടുത്തെ ജ്ഞാനസ്നാനം. യഥാർത്ഥത്തിൽ ഇന്ന് നാം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ ഫലങ്ങൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. ജ്ഞാനസ്നാനം ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമാണ്. ആത്മീയ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള കവാടവും മറ്റു കൂദാശകളെ സമീപിക്കാനുള്ള വാതിലുമാണത്. ജ്ഞാനസ്നാനത്തിലൂടെ നാം പാപവിമുക്തരാവുകയും, അതായത് ഉത്ഭവ പാപത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ കർമ്മപാപത്തിൽ നിന്നും നാം വിമുക്തരാവുകയും ദൈവമക്കളായി വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. നിക്കോദേമസിനോട് യേശുനാഥൻ പറഞ്ഞ ഉന്നതത്തിൽ നിന്നുള്ള ജനനം ഇതിലൂടെ സാധ്യമാകുന്നു. വീണ്ടും നാം ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി തീരുകയും സഭയുടെ ശരീരത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയും സഭയിലെ അംഗങ്ങളാവുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമായും വിശ്വാസികളെ ഈ ശരീരത്തിലെ അവയവങ്ങളായും ചിത്രീകരിക്കുന്നത് നാം ഓർക്കണം. അതോടൊപ്പം തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ ഓരോ വ്യക്തിയും സഭയുടെ ദൗത്യത്തിൽ പങ്കുകാരാക്കപ്പെടുകയും ചെയ്യുന്നു. സഭയുടെ 3 പ്രധാന ദൗത്യങ്ങൾ ഇവയാണ്: 1. സുവിശേഷം പ്രസംഗിക്കുക, 2. ആരാധനാക്രമം അനുഷ്ഠിക്കുക, 3.
പരസ്നേഹ ശുശ്രൂഷ നിർവഹിക്കുക. അതായത് പ്രവാചകധർമ്മം, രാജകീയധർമ്മം, പൗരോഹിത്യധർമ്മം. ഇങ്ങനെ സഭയുടെ ത്രിവിധ ദൗത്യത്തിൽ പങ്കുകാരാക്കപ്പെടാനാണ് നാം ജ്ഞാനസ്നാനം സ്വീകരിച്ചതിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ പ്രവാചകനായും പുരോഹിതനായും രാജാവായും നമ്മുടെ ദൗത്യം നാം നിറവേറ്റണം. ജ്ഞാനസ്നാനത്തിലൂടെ നാം ക്രിസ്തുവിൻ്റെ പ്രവാചകനും പുരോഹിതനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ഈ ത്രിവിധ ധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുവാൻ പരിശ്രമിക്കണം. എങ്ങനെയാണ് നാം ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരേണ്ടത്? പ്രവാചക ദൗത്യം എന്നത് പഠിപ്പിക്കുക എന്നതാണ്. അതായത് മറ്റുള്ളവരെ വിശ്വാസം പഠിപ്പിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. എങ്ങനെയാണ് അൽമായർ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? സഭ ഇങ്ങനെയാണ് മറുപടി നൽകുന്നത്: സാധാരണമായ ജീവിത സന്ദർഭങ്ങളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സുവിശേഷം പ്രസംഗിക്കണം. യേശുവാണ് ഏകരക്ഷകൻ എന്ന് പ്രഖ്യാപിക്കേണ്ട സ്ഥലങ്ങളിൽ നാം വാക്കുകൊണ്ട് അത് പ്രഖ്യാപിക്കണം. അതോടൊപ്പം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സംഘടനകളിലെല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി പ്രവൃത്തികൾ കൊണ്ട് സാക്ഷ്യം നൽകാൻ നമുക്ക് കഴിയണം. അറിവില്ലാത്തവരെ പഠിപ്പിക്കണം, തെറ്റുകൾ തിരുത്തണം, സംശയങ്ങൾ ദൂരീകരിക്കണം. ഇങ്ങനെയെല്ലാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാകുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിലൂടെ നമുക്ക് കടമയുണ്ട്. നാം ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ യേശുവിൻ്റെ ശിഷ്യരാകുക മാത്രമല്ല, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ നാം അവിടുത്തെ പ്രേക്ഷിതരായ ശിഷ്യരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കുക എന്നത് ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരുടെയും ദൗത്യമാണ്. അത് പ്രവാചക ദൗത്യത്തിലുള്ള നമ്മുടെ പങ്കുചേരലാണ്. നാം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യധർമ്മത്തിൽ പങ്കാളികളാകുന്നത്? എല്ലാവരും പുരോഹിതരാണ്. പഴയ നിയമത്തിലും ഇസ്രായേൽ ജനത്തെ പുരോഹിതഗണം എന്ന് വിശേഷിപ്പിക്കുന്നു. പുതിയ നിയമത്തിലും ദൈവജനത്തിനുള്ള വിശേഷണം ഇതുതന്നെയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ ഭാഗം രാജകീയ പൗരോഹിത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രണ്ടാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധ പൗരോഹിത്യമാകുകയും ചെയ്യട്ടെ. വീണ്ടും 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. എല്ലാവരും പുരോഹിതരാണ്. ആരാണ് ഒരു പുരോഹിതൻ? ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യവർത്തിയായി ബലികളും കാഴ്ചകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. ജ്ഞാനസ്നാനം സ്വീകരിച്ചതുവഴി ഓരോ വ്യക്തിയും ഈ പൗരോഹിത്യധർമ്മത്തിൽ തങ്ങളുടേതായ രീതിക്ക് പങ്കുചേരുന്നുണ്ട്. ഒന്നാമതായി അത് ബലിയർപ്പിക്കുക എന്നതാണ്. നമുക്കറിയാമല്ലോ, ദിവ്യബലി എല്ലാവരും ഒന്നു ചേർന്ന് അർപ്പിക്കുന്നതാണ്. കാർമ്മികൻ മാത്രമല്ല, ദിവ്യബലിയിൽ പങ്കുചേരുന്ന അൽമായരും ദിവ്യബലി അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കാർമ്മികൻ ഇപ്രകാരം പറയുന്നത്: സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന്. അതായത് ശുശ്രൂഷ പൗരോഹിത്യം അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ അർപ്പിക്കുന്ന എൻ്റെ ബലിയും പൊതുപൗരോഹിത്യത്തിൻ്റെ ഭാഗമായി നിങ്ങളർപ്പിക്കുന്ന നിങ്ങളുടെ ബലിയും സർവശക്തനായ ദൈവത്തിന് സ്വീകാര്യമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് എല്ലാവരും ബലിയർപ്പിക്കുന്നു. പുരോഹിതൻ ശിരസ്സായ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ബലിയർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുന്നു.
അതേസമയം ബലിയിൽ പങ്കുചേരുന്നവർ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീര അവയവങ്ങൾ എന്ന നിലയിൽ ബലിയർപ്പിക്കുന്നു. ഒരേ ബലി തന്നെ രണ്ട് തരം പങ്കാളിത്തത്തോടെയാണ് അർപ്പിക്കുന്നത്. ഒന്ന് ശുശ്രൂഷാപരമായ പങ്കാളിത്തം, രണ്ട് ജ്ഞാനസ്നാന പൗരോഹിത്യത്തിൻ്റെ പങ്കാളിത്തം. അതോടൊപ്പം ദിവ്യബലിയിൽ നാം സമർപ്പിക്കുന്ന കാഴ്ച സമർപ്പണവും കാണിക്കയുമെല്ലാം പൗരോഹിത്യ പ്രവൃത്തിയുടെ ഭാഗമാണ്. മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന ദാനമാണത്. അത് പൗരോഹിത്യ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനമാണ്. രണ്ടാമതായി പുരോഹിതൻ പ്രാർത്ഥന സമർപ്പിക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ദിവ്യബലിയിൽ വിശ്വാസികളുടെ പ്രാർത്ഥന നടത്തുന്നത് പൗരോഹിത്യ പ്രവൃത്തിയായി നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നാം പരസ്പരം പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, കുടുംബാംഗങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കാറുണ്ട്. ഇതെല്ലാം പൗരോഹിത്യ ധർമ്മത്തിൻ്റെ നിർവഹണമാണ്. ആരാധനാക്രമത്തിൽ തന്നെ വീണ്ടും പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വഴിയും ഇതേ ധർമ്മം നാം അനുഷ്ഠിക്കുന്നു. നൊവേന നടത്തുക, യാമപ്രാർത്ഥനകൾ നടത്തുക തുടങ്ങിയ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിലൂടെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ അൽമായർക്ക് കഴിയും. ജീവിതം തന്നെ ബലിയായി അർപ്പിക്കാനും അൽമായർക്ക് സാധിക്കും. അതുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കും: അവരുടെ എല്ലാ ജോലികളും പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും അനുദിന ജോലിയും ശാരീരികവും മാനസികവുമായ വിശ്രമവും ക്ഷമയോടെ സഹിക്കുന്ന ജീവിത ക്ലേശങ്ങൾ പോലും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് സ്വീകാര്യമായ ആധ്യാത്മിക ബലിയായിത്തീരുന്നു എന്നാണ്. നോക്കുക, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുമ്പോൾ അത് ബലിയായി രൂപാന്തരപ്പെടുന്നു. സഭയുടെ കാനോൻ നിയമം 835 കാനോൻ ഇങ്ങനെയാണ് പറയുന്നത്: മാതാപിതാക്കൾ ക്രൈസ്തവ ചൈതന്യത്തോടെ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടും തങ്ങളുടെ കുട്ടികൾക്ക് ക്രൈസ്തവ ശിക്ഷണം നൽകാൻ ശ്രദ്ധിച്ചുകൊണ്ടും സവിശേഷമായ വിധത്തിൽ വിശുദ്ധീകരണ കർമ്മത്തിൽ പങ്കുകൊള്ളുന്നു. അതായത് പൗരോഹിത്യധർമ്മം അനുഷ്ഠിക്കുന്നു. മൂന്നാമതായി, എങ്ങനെയാണ് അൽമായർ ക്രിസ്തുവിൻ്റെ രാജകീയ ധർമ്മത്തിൽ പങ്കാളികളാകേണ്ടത്? ക്രിസ്തുനാഥൻ തൻ്റെ അനുസരണം വഴി നമുക്ക് രാജകീയ സ്വാതന്ത്ര്യം നൽകി. അതായത് ആത്മപരിത്യാഗവും വിശുദ്ധ ജീവിതവും വഴി തങ്ങളിൽ തന്നെയുള്ള പാപത്തിൻ്റെ ഭരണത്തെ കീഴടക്കുവാൻ യേശുനാഥൻ നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കായേനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു: പാപം നിന്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കുക. നാം ക്രിസ്തുവിൻ്റെ രാജകീയ ധർമ്മത്തിൽ പങ്കാളികളാകുന്നത് നാം നമ്മിലുള്ള പാപത്തിൻ്റെ നിയമത്തെ ഭരിച്ചുകൊണ്ടാണ്. രാജാവെന്ന പോലെ സ്വയം നാം നമ്മെ തന്നെ ഭരിക്കണം. സ്വന്തം ജീവിതത്തിൽ അച്ചടക്കം പരിശീലിക്കണം. പാപത്തിൻ്റെ മേൽ നാം വിജയം വരിക്കണം. അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്ന പിശാചിനെ നാം എതിർത്ത് നിന്ന് തോൽപ്പിക്കണം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രാജാവായി നാം മാറുന്നത്. അതോടൊപ്പം തന്നെ ദരിദ്രരെ സഹായിച്ചുകൊണ്ടും രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും നാം നമ്മുടെ ഈ രാജകീയ ധർമ്മം നിർവഹിക്കണം. കാരണം രാജാവ് പ്രജകളുടെ സംരക്ഷകനാണ്. നാം ക്രിസ്തുവിൻ്റെ രാജാക്കന്മാരായതുകൊണ്ട് സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുമുള്ള അശരണരെയും അനാഥരെയും രോഗികളെയും സഹായം ആവശ്യമുള്ള എല്ലാവരെയും ശുശ്രൂഷിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ രാജാവായി മാറുന്നു. സമൂഹത്തിൽ നീതി നടപ്പാക്കാനും നീതി നിറഞ്ഞ സംസ്കാരം രൂപപ്പെടുത്താനും നാം പരിശ്രമിക്കുമ്പോഴും നാം ക്രിസ്തുവിൻ്റെ രാജകീയ ധർമ്മത്തിൽ പങ്കാളികളാകുന്നു. അതിനേക്കാൾ ഉപരിയായി സഭയിലുള്ള നമ്മുടെ ശുശ്രൂഷകൾ ഈ രാജകീയ ധർമ്മത്തിലുള്ള പങ്കാളിത്തമാണ്.
അതുകൊണ്ട് പോൾ ആറാമൻ പാപ്പ ഒരിക്കലിങ്ങനെ പഠിപ്പിച്ചു: കർത്താവ് കനിഞ്ഞ് അവരുടെ മേൽ നൽകിയിട്ടുള്ള കൃപകൾക്കും സിദ്ധികൾക്കും അനുസൃതമായി വ്യത്യസ്ത ശുശ്രൂഷകളുടെ നിർവഹണം വഴി സഭാസമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ജീവനും വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അജപാലകരോട് സഹകരിക്കാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ദാനങ്ങളും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ എല്ലാ അൽമായർക്കും കടമയുണ്ട്. സഭയ്ക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും വിവിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് അജപാലകരോട് സഹകരിക്കുവാൻ അൽമായർ വിളിക്കപ്പെട്ടിരിക്കുന്നു. BCCകളിലും ഇടവകകളിലും ചെയ്യുന്ന ശുശ്രൂഷകളിലും ഇങ്ങനെ നമ്മെ ക്രിസ്തുവിൻ്റെ രാജകീയ ധർമ്മത്തിൽ പങ്കാളികളാക്കി മാറ്റുന്നു. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിൻ്റെ പ്രവാചകനാണ്, പുരോഹിതനാണ്, രാജാവാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നാം ഈ 3 ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തന്നെ ഈ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ജ്ഞാനസ്നാന തിരുനാൾ ദിനത്തിൽ നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ മഹത്വത്തെയും ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച ദാനങ്ങളെയും ജ്ഞാനസ്നാനത്തിലൂടെ നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളെയും നമുക്ക് വിചിന്തനം ചെയ്യാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.